ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിനു ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർഗറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആ ബർഗർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം അതിന് മുമ്പായി എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വലിയുള്ളിയുടെ ഒരു പകുതി കഷ്ണമാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 3 വറ്റൽമുളകും 4 വെളുത്തുള്ളിയും അരമുറി ലെമൺ ജ്യൂസും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ബോൺലെസ് ചിക്കൻ അതിലേക്കിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മിക്സൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ മിക്സിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് ബ്രെഡ് ക്രംസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ കയ്യിൽ തടവി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ മിക്സ് കൈയെടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് എല്ലാതും അതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം അങ്ങനെ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എഗ്ഗ് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ എഗ്ഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 ബ്രെഡ് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണത്. ഒരു 1/4 കപ്പ് മൈദയും എഗ്ഗ് മിക്സും. ഇനി നമുക്കത് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി അത് എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ പാനിലേക്ക് തന്നെ ചിക്കൻ മയോണൈസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബർഗർ ബന്നാണ്. ഞാൻ ബർഗർ സോസ് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അത് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെജിറ്റബിൾസാണ് വേണ്ടത്. ഞങ്ങൾ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 1 ഒനിയനും എടുത്തിട്ടുണ്ട്. ചെറുതായി സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 2 ടൊമാറ്റോ വെച്ച് കൊടുക്കാം. 2 ഒനിയനും സ്ലൈസാക്കി വെച്ച് കൊടുക്കാം.
അതിൻ്റെ മുകളിൽ നമ്മൾ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബർഗർ ലീവ്സ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് 2 ടൊമാറ്റോ വെച്ച് കൊടുക്കാം. 2 ഒനിയൻ സ്ലൈസാക്കി വെച്ച് കൊടുക്കാം. ഇനി ബർഗർ ബന്നിൽ ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചീസും വെച്ച് കൊടുക്കാം. നമ്മുടെ ബർഗർ ഇവിടെ റെഡിയായി. ഇനി എല്ലാതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.